വളരെ ജെന്യുവിൻ ആയ ഒരു മനുഷ്യനാണ് എന്ന് ഈ സീസണിൽ എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ചുരുക്കം മത്സരാർത്ഥികളെ ഉള്ളൂ. അതിൽ പലരുടെയും പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിലൊരാൾ ജിൻഡോ ആണ് മെയിൻ ആയിട്ട് ഉള്ളത്. പിന്നെ ഉള്ളത് ഋഷിയാണ്. പുള്ളി വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് എന്നും ഓവറായിട്ട് ഗെയിമിന് വേണ്ടി മാനിപ്പുലേറ്റ് ആവത്തില്ല എന്നും എനിക്ക് സീസൺ തുടങ്ങിയ മുതലേ അറിയാമായിരുന്നു. നമ്മൾ പലതവണ അത് പറഞ്ഞിട്ടുമുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് മാത്രമേ കളിക്കൂ എന്ന് അറിയാമായിരുന്നു. അതിന്റെ പേരിൽ നമ്മളൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുമുണ്ട് പുള്ളിയെ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. ഋഷിയുടെ ഫാൻ ബേസ് ഉയർത്താൻ പറ്റുമായിരുന്നു, അതും പല രീതിയിലും പലതും ചെയ്ത്. പക്ഷെ ആ രീതിയിലുള്ള ഒരു BB ലെവൽ പരിപാടി പിടിക്കാതെ ഋഷിയായി തന്നെ നിൽക്കാനായിട്ടാണ് ശ്രമിച്ചത്. പുള്ളിയും ഈ ഒരു 4th റണ്ണറപ്പ് സ്ഥാനത്തിൽ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും ഒരു മികച്ച രീതിയിലൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ഋഷിയെ പറഞ്ഞയച്ചത്. മൈജിയുടെ ഒരു ഗിഫ്റ്റാണ്. പിന്നെ ജിൻഡോ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ജിൻഡോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഋഷിയെ. ടോപ്പ് 5 വരാൻ പറ്റിയതിന്റെ സന്തോഷത്തിലാണ് ഋഷി. അതാണ് ഋഷി സ്റ്റേജിലും പങ്കുവെച്ചത്. അൻസിബയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നത് കണ്ടു ലാലേട്ടന് മുന്നിൽ വെച്ചിട്ട്. അവന്റെ എഫേർട്ട് കൊണ്ട് തന്നെയാണ് അവൻ ഇവിടം വരെ എത്തിയത് എന്ന് അൻസിബ പറയുന്നുണ്ട്. അൻസിബയ്ക്ക് ആരെയും ക്രെഡിറ്റ് ഒന്നും വേണ്ട. എന്നാലും ഋഷി പുറത്തായി കേട്ടോ. ഋഷിയും ഹാപ്പിയാണ്, ഋഷിയും സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ബാക്കിയുള്ളത് അഭിഷേക്, അർജുൻ, ജാസ്മിൻ, ജിൻഡോ എന്നിവരാണ്. കൂടുതൽ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.